ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഞാനിന്നൊരു 3 ലെയറിലുള്ള ഒരു മാലയാണ് ചെയ്യുക. നമ്മൾ സാധാരണ 2 ലെയർ പോലെ തന്നെയാണ് 3 ലെയറും നമ്മൾ ചെയ്യുന്നത്. വേറെ നമ്മൾ പ്ലെയിൻ ആയിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് 3 ലെയറുള്ള ഒരു കുഞ്ഞു മാലയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ മെയിൻ സാധനം ഗിയർ വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 3 എണ്ണം വേണം. അപ്പം ഞാൻ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരെണ്ണം കൂടെ ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു ലെങ്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആദ്യം ഞാൻ ഒരു ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു കണക്ടർ അല്ല, നമ്മൾ ലോക്കറ്റായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മളതൊരു കണക്ടറാക്കി എടുക്കുകയാണ്. പക്ഷെ കണക്ടറാക്കി എടുത്ത് നല്ലതാണ് കേട്ടോ ഇത് കാണാൻ. നമ്മളിത് ഇതിനകത്തോട്ട് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ സാധാരണ ഗിയർ ലോക്ക് ഇടുന്ന പോലെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലോക്ക് ചെയ്തു. രണ്ടാമത് നമുക്ക് 3 ലെയറാണ് നമുക്കിതിനകത്ത് ചെയ്യുന്നത്. അപ്പം മറ്റേതിനകത്ത് നമുക്ക് 3 ലെയർ പറ്റും, പക്ഷേ ചിലപ്പോൾ അത് കൺജസ്റ്റഡ് ആയിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ അങ്ങ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. ഇതിലാകുമ്പം കുറച്ചുകൂടെ ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. ഇതിനകത്തൊന്നും വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ലോക്ക് ചെയ്യുക. നമുക്ക് ഒരു ഗിയർ വയർ കൂടെ ഉണ്ട്. ലോക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് അങ്ങ് കയറ്റി അങ്ങ് ലോക്ക് ചെയ്താൽ മതി. ഇതിനകത്തോട്ട് വെച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്ട്രാൻഡ് പോകുന്നത്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി വെയിറ്റുള്ള മുത്തുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 സ്ട്രാൻഡും 2-3 ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്യാം. പിന്നെ ഒത്തിരി നമ്മളങ്ങ് മുറുക്കി അങ്ങ് ലോക്ക് ചെയ്യരുത്. കാരണം ഒരുപാടങ്ങ് മുറുക്കി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിട്ടിരിക്കും. ഇങ്ങനെ കമ്പ് പോലെ വടി പോലെ ഇരിക്കും. നമുക്ക് ബീഡ്സ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പം ബ്ലാക്കിൻ്റെ ക്രിസ്റ്റലിൻ്റെ ബീഡ്സാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബീഡ്സ് എങ്ങനെയാണ് കോർക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ കോർത്ത് കൊടുക്കുക നല്ല രീതിക്ക്. കോർക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ കോർത്ത് വരും. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതുപോലെ കോർത്ത് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും വരെ കിടക്കുന്ന ഒരു മാല മതി കേട്ടോ. ചിലരാണെങ്കിൽ ഒരുപാട് ലെങ്തിൽ പ്ലെയിൻ ക്രിസ്റ്റൽ, പക്ഷെ ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് പിന്നെ ഒണൈൻസിൻ്റെ ബീഡ്സ് ആകുമ്പോഴത്തേക്കും അതും നല്ല ഭംഗിയാണ്, നല്ല തിളക്കത്തിലിരിക്കും അത് കണ്ടാൽ. അപ്പോൾ നമുക്കിത് മൊത്തം ഇങ്ങനെ ഞാനിത് മൊത്തം അങ്ങനെ കോർത്തെടുക്കുകയാണ്. ഒന്നാമത് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുത്തൊരു ദിവസമാണ് കേട്ടോ. എന്ത് തരത്തിൽ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തലവേദനയായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും നമുക്കൊരു ഡിസൈൻ ഒരു മാല ചെയ്ത് ഇടണമല്ലോ. അപ്പം ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, മോരും വെള്ളം ആട്ടോ കുടിക്കുന്നത്. കുറച്ച് മോരും വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമായിരുന്നു. തണുത്ത മോരും വെള്ളമാണ്, അത് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ഭയങ്കര മൂടി ഈ ഒരു കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കരമായിട്ട് നല്ല തലവേദനയും ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാൻ രാവിലെ കുറച്ച് നേരം കിടന്നായിരുന്നു, എന്നിട്ടും അത് മാറുന്നില്ലായിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ വൈകിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ മാല ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ സിൽവറിൻ്റെ ആ ഒരു മെറ്റാലിക് ബീഡ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇറഗുലറായിട്ടാണ് അത് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കുമാണെങ്കിൽ സ്റ്റാൻഡിലൊക്കെ വെച്ച് മാല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു ഭയങ്കര മടിയാട്ടോ, എന്താണെന്നറിയത്തില്ല. എന്തായാലും 2-3 ദിവസം കൊണ്ട് മടിയൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം നമ്മുടെ മാല സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിത് 3 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3 ലെയർ ചെയ്യുമ്പോൾ എനിക്കിടയ്ക്കൊരു പ്രശ്നം വന്നായിരുന്നു. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവസാനത്തെ ലെയറിൽ ഇങ്ങനെ നീളം ഇച്ചിരി കുറഞ്ഞു പോയി. അപ്പോൾ അത് ഞാൻ വീണ്ടും പൊട്ടിച്ചിട്ട് വീണ്ടും അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ചെയ്യാനായിട്ടൊന്നുമില്ല. അതാണ്ട് ഇതാണ് ആ ഒരു മാല. ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ ഡോരിയിലായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റ് കണക്ടർ എടുക്കുക. കണക്ടർ എടുത്തിട്ട് നമ്മൾ 3 ലെയറായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് മൂത്തിങ്ങനെ കോർത്ത് കൊടുത്താൽ മതി. കറക്റ്റ് ലെങ്തിൽ നമ്മൾ എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് തലവേദന എടുത്തൊരു പണ്ടാരം അടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ ആ മാല എങ്ങനെയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി എൻ്റെ കമ്മൽ ഞാനിനി എന്ത് ചെയ്യണമെന്ന് ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ സിൽവറിൻ്റെ ഒന്നും കമ്മൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, ഒരു സ്റ്റഡ് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ ഇടാം. അപ്പം ഇനിയത്തെ വീഡിയോയിലൊക്കെ ഞാൻ സ്റ്റാൻഡിൽ വെച്ച് സ്റ്റാൻഡ് ഇവിടെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഞാനത് എടുക്കാത്തതാണ്. നേരത്തെ ഞാനിങ്ങനെ സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ സത്യം പറഞ്ഞ പാട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് കൊടുത്തോണ്ടങ്ങ് ലൈവായിട്ടങ്ങ് നമ്മളങ്ങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇനിയും പറ്റുമെന്നല്ല, ഞാൻ ഇനി അങ്ങനെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സ്റ്റാൻഡ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ മനസ്സിലാവും അത് നമ്മൾ ചെയ്യുന്നത്. 3 ലെയറൊക്കെ എങ്ങനെ ചെയ്യുന്നത്. നമുക്ക് കുറേ നേരം ഇതിനകത്ത് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ബ്രെയിൻ തന്നെ അങ്ങ് ചൂടാവും. ഇപ്പം തന്നെ തല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാല ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയത്തെ വീഡിയോയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാമറയെല്ലാം സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി ഇങ്ങനെ പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 ലെയർ മാല ഉണ്ടാക്കുന്നത് അത്ര വലിയ പാടായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാനൊക്കെ ആദ്യം 3 ലെയറൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഇതാണെങ്കിൽ 2 സൈഡ് ശരിയായിട്ട് വരും, 3ാമത്തെ സൈഡ് ശരിയാവത്തില്ല, ഇടയ്ക്ക് 4ാമത്തെ സൈഡ് ശരിയാവത്തില്ല. അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ഈ 3 ലെയർ മാല എന്നൊക്കെ. ലെയർ കൂടുന്നതനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടും കൂടും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് ഇതൊക്കെ കട്ട് ചെയ്തെടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മാല ജസ്റ്റ് ഒന്ന് കാണിക്കുക, എന്നിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്കിവിടെ മഴയൊക്കെ വരാൻ വേണ്ടി പോവാണ്. പിന്നെ ഒരു ഇടം വരെ, ഇനി 18 വരെ എനിക്കൊന്ന് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും. അപ്പം ഞാൻ മാല ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇതാണ് നമ്മുടെ ആ ഒരു മാല. മാച്ചിങ് ആയിട്ട് ഞാൻ ഒരു കമ്മലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു മാല വരുന്നത്. 3 ലെയർ ആട്ടോ ഇത്. 3 ലെയറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു മാല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ ജസ്റ്റ് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു തവണ ഇങ്ങനെ ക്ഷമിച്ചേരും എല്ലാവരും. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ഈ ഒരു മാല ഇഷ്ടപ്പെട്ടെങ്കിൽ ഓർഡർ തരാൻ മറക്കണ്ട. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.